തോമസ് ഐസക്, വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ വരുന്നൊരു വിവരമനുസരിച്ച് ഈ മുഖ്യമന്ത്രി പങ്കെടുത്ത ഡയറക്ടർ ബോർഡാണ് ഈ തീരുമാനമെടുത്തത്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് നോട്ടീസ് അയച്ചതെന്നാണ് EDയുടെ റിപ്പോർട്ടിൽ പറയുന്നതായി മനസ്സിലാക്കുന്നത്. 180 പേജോളമുള്ള റിപ്പോർട്ടിന്റെ ചില വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ശ്രീ തോമസ് ഐസക്. യെസ്, മൊത്തം 180 അല്ല, 920 പേജുണ്ട് അവരുടെ മൊത്തം റിപ്പോർട്ട്. എല്ലാവരും നൽകിയിട്ടുള്ള മൊഴികള്, രേഖകള്, അനക്ഷേഴ്സ് ഒക്കെ ചേർത്തിട്ടാണ് ഇത്രയും പേജ് വരുന്നത്. അപ്പോ എക്സ് ഒഫീഷ്യോ മുഖ്യമന്ത്രിയാണ് ഇതിന്റെ ചെയർമാൻ, ഞാൻ വൈസ് ചെയർമാനും. അപ്പൊ തീരുമാനമെടുത്തതില് ഞങ്ങക്ക് പങ്കുണ്ട് ഇഷ്യൂ ചെയ്യാൻ. അതും തർക്കമില്ലെന്ന്. ആര് പറയുന്നത് നമുക്കതില് തീരുമാനമെടുക്കുന്നതിൽ പങ്കില്ലെന്ന്? നിശ്ചയമായിട്ടും പങ്കുണ്ട്. അന്ന് നമുക്ക് അവകാശം ഉണ്ടായിരുന്നു ഇങ്ങനെ വായ്പ എടുക്കുന്നതിന്. ആ വായ്പ എടുക്കാനുള്ള അവകാശം നമ്മൾ വിനിയോഗിച്ചു. അതിന് റിസർവ് ബാങ്ക് അംഗീകാരവും നൽകിയിട്ടുണ്ട്. അതൊന്നുമല്ല ഇപ്പോ EDയുടെ വിമർശനം. EDയുടെ വിമർശനം ഇങ്ങനെ എടുത്ത വായ്പാ പണം നിഷിദ്ധമായ കാര്യത്തിന് വേണ്ടി വിനിയോഗിച്ചു, ഭൂമി വാങ്ങാൻ വേണ്ടി വിനിയോഗിച്ചു. ഭൂമി വാങ്ങുകയല്ല ചെയ്തത്, അക്വയർ ചെയ്യുകയാണ് ചെയ്തത്. നിഷിദ്ധമായിട്ടുള്ളത് ഭൂമി വാങ്ങലാണ്. നിങ്ങൾ ഭൂമി വാങ്ങിക്കഴിഞ്ഞാൽ ആ ഭൂമി നാളെ വേണമെങ്കിൽ നിങ്ങൾക്ക് മറിച്ചു വെക്കാം, കൂടുതൽ വിലക്ക് വെക്കാം, ഊഹക്കച്ചവടത്തിന് ഉപയോഗിക്കാം. എന്നാൽ അക്വയർ ചെയ്ത ഭൂമിയാണെങ്കിൽ ഇതൊന്നും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് കേരളം ചെയ്തിട്ടുള്ളത് കിഫ്ബി പണം ഉപയോഗിച്ച് ഭൂമി അക്വയർ ചെയ്യാണ്. കാരണം റോഡ് പണിയുന്നതിന് ഭൂമി വേണ്ടേ? അതില്ലാതെ എങ്ങനെ റോഡ് പണിയുന്നത്? അപ്പോ ഇത് ഈ നിബന്ധനയുടെ നിയന്ത്രണം നമ്മളെടുത്ത വായ്പക്ക് ബാധകമല്ല. പക്ഷെ ഒരു കാര്യം കൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ പണം വിനിയോഗിക്കുന്ന കാലത്ത് ലാൻഡ് പർച്ചേസിനുണ്ടായിരുന്ന പാടില്ല എന്നുള്ള നിബന്ധന പോലും RBI മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് വളരെ ബാലിശമാണ് ഈ നോട്ടീസ് എന്ന് പറയുന്നത്. തീരുമാനിച്ചിട്ടുണ്ടോ തോമസ് ഐസക്? ഇന്നലെ മുഖ്യമന്ത്രിയുമായി കൂടി ആലോചിച്ച് തീരുമാനിക്കുമെന്നാണ് പറഞ്ഞത്. അതെ, മുഖ്യമന്ത്രി തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് അതിന്റെ യോഗം നിയമവകുപ്പുമായി ചേർന്ന് തീരുമാനിക്കും. ഈ മിനിസ്റ്ററോട് കാര്യം ചോദിച്ചോട്ടെ, ഈ 476 കോടി രൂപയുടെ ഭൂമി ഏറ്റെടുത്തതിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ അത് തന്നെ മറുപടിയായിട്ട് കൊടുത്താൽ അതൊരു തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ ലഘുലേഖയായി മാറുമല്ലോ. ഞാൻ കാലത്ത് തന്നെ അത് ചെയ്യാം. ഏതൊക്കെയാണ് പ്രൊജക്ടുകളെന്ന് യഥാർത്ഥത്തിൽ ചെയ്യാൻ പോണത്. ഈ പ്രൊജക്ടുകളുടെ അടുത്തെല്ലാം പൊതുയോഗം നടത്താനാ പോണത്. അങ്ങനെ പൊതുയോഗത്തിൽ ജനങ്ങളോട് പറയാം, ഇത് വേണ്ടിയിരുന്നോ, ഇതിലെന്തെങ്കിലും തെറ്റുണ്ടോ, നിങ്ങൾക്ക് വേണ്ടാത്തൊരു പ്രൊജക്റ്റ് ആണോ ഇത് എന്ന് ജനങ്ങളോട് തന്നെ ചോദിക്കാം. താങ്ക് യു ശ്രീ തോമസ് ഐസക്. ഇതാണ് തോമസ് ഐസക്കിന്റെ മറുപടി. ഇതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് പ്രതിപക്ഷം ഇതിനെ ഒരു പരിധിക്കപ്പുറത്തേക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഈ 466 കോടി വെച്ച് നിർമ്മിച്ച ഭൂമി ആ കെട്ടിടങ്ങളുടെ മുന്നിൽ പോയിട്ട് സർക്കാർ പ്രചരണം നടത്താൻ പോവാണ്. LDF നിങ്ങൾക്ക് ഈ കെട്ടിടം വേണ്ടേ, നിങ്ങൾക്ക് ഈ റോഡ് വേണ്ടിയിരുന്നില്ലേ, അതിൻ്റെ പേരിലാണ് EDയുടെ കേസ് വന്നിരിക്കുന്നത്. ഇത് പർച്ചേസ് ചെയ്തു എന്ന് പറഞ്ഞാണ്. പർച്ചേസ് അല്ല, സർക്കാരിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അക്വയർ ചെയ്യുകയാണ് ചെയ്യുക. ഒരു പ്രൊജക്റ്റിന് വേണ്ടി സർക്കാർ ഭൂമി അക്വയർ ചെയ്താൽ ആ ഭൂമി ആ പ്രൊജക്റ്റിനല്ലാതെ മറ്റൊന്നിനും ഉപയോഗിക്കാൻ കഴിയില്ല. അങ്ങനെ ഉപയോഗിച്ചാൽ അത് വലിയ ചട്ടലംഘനവും ഗുരുതരമായ അഴിമതിയും ഒക്കെ ആരോപണങ്ങൾ ഉന്നയിക്കാം. അങ്ങനെ വരുന്ന സാഹചര്യത്തിലാണ് ആ ഭൂമി അവിടെ ഹോൾഡായി പോകും. അതുകൊണ്ട് അതൊരു ഊഹക്കച്ചവടത്തിന് ഉപയോഗിക്കാവുന്ന പർച്ചേസിംഗ് അല്ല. അതാണ് യഥാർത്ഥത്തിൽ സാങ്കേതികമായ പ്രശ്നം. ഇന്നിപ്പോൾ തോമസ് ഐസക് പറയുന്ന അനുസരിച്ചാണെങ്കിൽ RBI അതിനുണ്ടായിരുന്ന വിലക്കും ആ സമയത്ത് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു സാങ്കേതികമായ കാര്യം മാത്രമാണ്. ഡയറക്ടർ ബോർഡിന്റെ ചെയർമാൻ എന്ന നിലയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന യോഗമാണ് ആ തീരുമാനമെടുത്തത്. അത് ആ അർത്ഥത്തിൽ മുഖ്യമന്ത്രിക്ക് കൂടുതൽ പ്രതിരോധം നൽകുന്ന ഒന്നാണ്. കാരണം മുഖ്യമന്ത്രി ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ല, കിഫ്ബിയുടെ ഡയറക്ടർ ബോർഡ് എടുത്ത തീരുമാനമാണ്. ആ ഡയറക്ടർ ബോർഡ് എടുത്ത തീരുമാനം വികസന പ്രവർത്തനങ്ങൾക്ക് ഭൂമി കണ്ടെത്താൻ വേണ്ടിയാണ്. അത് അക്വയറിംഗ് ആണ് ചെയ്തിരിക്കുന്നത്, പർച്ചേസിംഗ് അല്ല എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ED എനിക്ക് മനസ്സിലാവാത്തത് ഇങ്ങനെയൊരു മണ്ടൻ നോട്ടീസ് അയച്ച് വലിയ വാർത്തയാക്കി മാറ്റിയത് LDFനെ സഹായിക്കാൻ വേണ്ടിയാണോ? അത് പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു ആരോപണം അവിടെ നിൽപ്പുണ്ട്. അതിനുള്ള മറുപടി ഇനി രാഷ്ട്രീയമായ മറുപടികളൊക്കെ വരുമായിരിക്കും. എന്തായാലും LDF അതിനെ രാഷ്ട്രീയമായി കൂടി പ്രതിരോധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നുവെന്നാണ് തോമസ് ഐസക് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാവുന്നത്. വിവാദങ്ങൾക്കിടെ ആ രാഷ്ട്രീയ പ്രതിരോധം ആരംഭിച്ചു കഴിഞ്ഞു.